ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജിയോയുടെ എയർ ഫൈബറിൻ്റെ പ്ലാനിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ അധിക പേർക്കൊന്നല്ല, കുറച്ചാൾക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ പ്ലാന് ശരിക്കും എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്ലാൻ ആരംഭിക്കുന്നത് 599 രൂപ പ്ലസ് GST എന്നാണ്. അതായത് 704 രൂപ. ഈ 704 രൂപ എന്നുള്ളത് ഒരു മാസത്തേക്ക് 704 അല്ലെങ്കിൽ 707 രൂപ ഒരു മാസത്തേക്ക് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 6 മാസത്തേക്കാണ് റീചാർജ് ചെയ്യുന്നതെങ്കിലും ഓരോരോ മാസം കൊടുക്കേണ്ട പൈസ ഒന്നിച്ച് 6 മാസത്തേക്ക് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന 1000 GB എന്നത് 6 മാസത്തേക്കല്ല, അത് ഒരു മാസത്തേക്കാണ് 1000 GB. ഓക്കെ, അപ്പം എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ കൃത്യമായിട്ട് പറയുന്നത്. 6 മാസത്തേക്ക് 1000 GB ഭയങ്കര നഷ്ടമല്ലേ എന്നതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഒരു മാസത്തേക്കുള്ള റീചാർജാണ് 707 രൂപ എന്ന് പറയുന്നത്. അതായത് 599 രൂപ പ്ലസ് 18% വരുന്ന GST. അപ്പോൾ ഒരു മാസത്തേക്ക് 1000 GB നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഈ 1000 GB എന്ന് പറയുന്നത് 6 മാസത്തേക്കല്ല, അത് ഒരു മാസത്തേക്കാണ്. പിന്നെ അധിക പേർക്കുള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1000 GB യൂസേജിന് പല ലിമിറ്റും ഉണ്ടോയെന്നാണ്. ലിമിറ്റൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ 1000 GB തീർക്കാം. പക്ഷേ ഒരു ദിവസം കൊണ്ട് 1000 GB തീർത്ത് കഴിഞ്ഞാൽ അടുത്ത 27 ദിവസം നിങ്ങൾ കാത്തിക്കേണ്ടി വരും അടുത്ത 1000 GB ലോഡ് ആവുന്നത് വരെ. അതുവരെ നിങ്ങൾക്ക് FUP എന്ന് പറയും. അതായത് നിങ്ങളുടെ ഫുൾ ഡാറ്റ, അനുവദിച്ചിരിക്കുന്ന ഫുൾ ഡാറ്റ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 64 kbps ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറയും. സത്യം പറഞ്ഞാൽ അത് ഞാൻ ഒട്ടും എന്താ പറയുക സപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. റീചാർജ് ചെയ്യാനൊക്കെ ഓക്കെ, കാരണം 64 kbps എന്ന് പറയുന്നത് വെറും 8 KB/s ആണ്. നമ്മൾക്ക് ഒരു വീഡിയോ പോലും മര്യാദക്ക് കാണാൻ വേണ്ടി പറ്റില്ല. 144p വേണമെങ്കിൽ കാണാൻ വേണ്ടി പറ്റും, ഏറ്റവും കുറഞ്ഞ വെർഷനിൽ. അല്ലാതെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ പറയുന്നത്, ഇത്രയും കമ്പനിക്കാർ കൊടുക്കുമ്പോൾ ഒരു 512 kbps കൊടുക്കുക. അതായത് നമ്മൾക്ക് കുറഞ്ഞത് ഒരു 10-30 ഒരു 50 kbps നമുക്ക് സ്പീഡ് ലഭിക്കുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ബ്രൗസ് ചെയ്യാനായാലും വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് കുറച്ചുകൂടി. അതുപോലെ തന്നെ ഒരു വോയിസ് കോളൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി 50 kbps 500 kbps എന്ന് പറയുന്നത്. ഈ 60 kbps കൊടുത്തിട്ട് എന്ത് കിട്ടാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും കൊടുക്കുന്നത് ഇത് പണ്ട് നമ്മുടെ 2G ഒക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന 64 kbps എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ 5G 6G ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡാറ്റ മൊത്തം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 64 kbps എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക, അത് വെറും 8 kbps ആണ്. 64 kbps എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 8 KB, വലിയ KB എന്ന് പറയുന്നത് 8 KB ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ നോർമലായിട്ട് സാധാരണ ജിയോയുടെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ 239 രൂപ ചെയ്യാറുണ്ട്. 5G ലഭിക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് 5G ആണ്, അല്ലെങ്കിൽ 1.5 GB ഒരു ദിവസം എന്ന നിലക്കാണ്. അപ്പോൾ 1.5 GB ഒരു ദിവസം നിലയ്ക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ ജിയോ ഫോൺ റീചാർജ് ചെയ്യുന്നത് 239 രൂപയ്ക്കാണ്. 239 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1.5 GB ഒരു മാസത്തേക്ക്, 1.5 GB ഡെയിലി വെച്ചിട്ട് 28 ദിവസത്തേക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 42 GB ഒരു മാസത്തേക്ക് നമുക്ക് ഡാറ്റ ലഭിക്കുന്നുണ്ട്. പിന്നെ ജിയോയുടെ 239 രൂപ മുതൽ മുകളിലോട്ട് ചെയ്യുന്ന എല്ലാ റീചാർജിനും നിങ്ങളുടെ നാട്ടിൽ 5G എനേബിൾ ആണെങ്കിൽ 5G ഡാറ്റ അൺലിമിറ്റഡ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിപ്പോൾ അടുത്ത് തന്നെ ഓഫർ ഇല്ലാതാകും, നിലവിലിപ്പോഴുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മാസത്തേക്ക് 28 ദിവസത്തേക്ക് നമ്മൾക്ക് മാക്സിമം യൂസ് ചെയ്യാൻ കഴിയുന്നത് 42 GB ഡാറ്റയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു 5 പേരുണ്ടെന്ന് കരുതിക്കോ, ഒരു ചെറിയ ഫാമിലി 5 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെയും 42 × 5 210 GB ആണ് നോർമൽ നമ്മൾ 239 റീചാർജ് ചെയ്ത് നമ്മൾ കിട്ടുന്നത്. 210 GB. ഓക്കെ, അപ്പോൾ 210 GB നമ്മൾക്ക് ഡബിളായിട്ട് എടുക്കാം. ഒരു 400 സംതിങ്, ഒരു 500 GB എടുത്തോളൂ. അപ്പം വീട്ടിലുള്ള എല്ലാ ആൾക്കാരും മൊബൈൽ ഫോൺ മാക്സിമം യൂസ് ചെയ്താൽ നമ്മൾക്ക് മാക്സിമം 500 GB താഴെ മാത്രമേ ഒരു മാസത്തേക്ക് യൂസേജ് വരികയുള്ളൂ. കൂടാതെ നമ്മുടെ TV, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര പേര് TV കാണുന്നുണ്ട്. വയസ്സായ ആൾക്കാരുണ്ടെങ്കിലും അതുപോലെ തന്നെ സീരിയൽ പോലെ കാണുന്നവർ സീരിയലൊക്കെ കാണുന്നവർ മാത്രമേ ഈ TV കാണുന്നുള്ളൂ. പിന്നെ അത്യപൂർവം നമ്മൾക്ക് നെറ്റ്ഫ്ലിക്സോ ആമസോണൊക്കെ എടുത്ത ആൾക്കാരാണെങ്കിൽ അവർ സീരീസ് കാണാൻ വേണ്ടിയിട്ടും അല്ലാതെ മൂവീസ് കാണാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെയും ഹൈ ക്വാളിറ്റി, അതായത് ഫുൾ HD 1080p മുകളിലേക്ക് പോകുന്നവർക്ക് മാത്രമേ നല്ലോണം ഡാറ്റ യൂസേജ് വരുന്നുള്ളൂ. ചെറിയ ഒരു 70p ഒക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ അത്രയും ഡാറ്റ യൂസേജ് വരുന്നില്ല. അപ്പം നമ്മൾക്ക് നോർമലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഈ 1000 GB മതിയാകും. പക്ഷേങ്കിൽ നല്ലോണം ഈ എന്താ പറയുക വെബ് സീരീസും മറ്റ് കണ്ടൻസുകളൊക്കെ TV കാണുന്നവർക്ക് 4K കാണുന്നവർക്ക് ചിലപ്പോൾ ഈ 1000 GB തികയാതെ വരും. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേക റീചാർജ്, അതായത് ബൂസ്റ്റർ പാക്ക് ഉണ്ട്. ഇത്ര രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര GB നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ബൂസ്റ്റർ പാക്ക് എപ്പോഴും നമുക്ക് നഷ്ടം തന്നെ ഉണ്ടാവുക. കാരണം നമ്മൾക്ക്
നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾക്ക് ഈ നമ്മുടെ 239 രൂപ റീചാർജിൻ്റെ ഒപ്പം ബൂസ്റ്റർ പാക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. 19 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 GB അത്തരത്തിലാണ് നമ്മൾക്ക് കിട്ടുക. അപ്പം അത് നമുക്ക് അധികം നഷ്ടം ഉണ്ടാക്കുന്ന ഒരു പാക്കാണ്. നേരെ മറിച്ചിട്ട് ഈ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ജിയോ എയർ ഫൈബറിൽ ഒരു പ്ലാനിലും നമ്മൾക്ക് അൺലിമിറ്റഡ് ഡാറ്റ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക, നമ്മൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്ലാൻ അല്ലെങ്കിൽ നല്ല കണക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഫൈബർ ലഭിക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ആയിരിക്കും നമ്മൾക്ക് ഏറ്റവും നല്ലത് എയർ ഫൈബറിനെക്കാളും. കാരണം റീചാർജ് ബേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും നല്ലത് ഈ ഫൈബർ തന്നെയാണ്. ഫൈബറിൻ്റെ ഓഫർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജിയോ എയർ ഫൈബറിൻ്റെ ഓഫർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾക്ക് ഇന്ന് ജിയോ ഫൈബറിൻ്റെ റീചാർജ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ജിയോ ഫൈബറിൻ്റെ റീചാർജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജിയോ ഫൈബറും സ്റ്റാർട്ട് ചെയ്യുന്നത് 30 Mbps കണക്ഷൻ സ്പീഡിൽ തന്നെയാണ്. 30 Mbps കണക്ഷൻ നമുക്ക് ലഭിക്കുന്നത് 399 രൂപ പ്ലസ് 18% GST. ഏകദേശം ഒരു 500 രൂപേൻ്റെ അടുത്തത് വരും. 400 സംതിങ് 500 രൂപ എടുക്കും നമുക്കത് കണക്കാക്കാം. ഇത് നമുക്ക് ലഭിക്കുന്ന 30 ദിവസം വാലിഡിറ്റി ഉണ്ട്. പിന്നെ അൺലിമിറ്റഡ് ഡാറ്റയാണ്. 30 Mbps നമുക്ക് എത്ര GB വേണമെങ്കിലും ഒരു മാസത്തേക്ക് യൂസ് ചെയ്യാം. വളരെ നല്ല പ്ലാനാണ്. നേരെ മറിച്ചിട്ട് എയർ ഫൈബറിലാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം 599 പ്ലസ് GST 707 രൂപയുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 30 Mbps 1000 GB മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കണ്ടൻറ് ക്രിയേറ്ററും സ്ട്രീമിങ്ങും ചെയ്യുന്ന ആൾക്കാർക്ക് ഫൈബറിൻ്റെ കണക്ഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ല ആയിട്ട് വരുന്നത്. 399 രൂപയുടെ ജിയോ ഫൈബർ റീചാർജിൽ 30 Mbps അൺലിമിറ്റഡ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്ലാൻ വരുന്നത് 100 Mbpsൻ്റെയാണ് നമുക്ക് മന്ത്ലി റീചാർജിൽ വരുന്നത്. മന്ത്ലി റീചാർജ് 100 Mbps റീചാർജ് ചെയ്യുന്നത് 699 രൂപ പ്ലസ് 18% GST ആണ്. അതിൽ നമുക്ക് കിട്ടുന്നത് 100 Mbps ഡാറ്റ അൺലിമിറ്റഡ് ആണ് 30 ദിവസത്തേക്ക്. അപ്പോൾ ഇവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്ലാനാണ് 999 രൂപ പ്ലസ് GST, ഏകദേശം 18% GST, ഏകദേശം ഒരു 200 രൂപയുടെ അടുത്ത് വരും. അപ്പം 30 ദിവസം തന്നെയാണ് വാലിഡിറ്റി. 150 Mbps ആണ് ഇതിൻ്റെ സ്പീഡ്. ഡൗൺലോഡും അപ്ലോഡും 150 Mbps കിട്ടുന്നുണ്ട്. കാരണം ജിയോ ഫൈബർ തുടങ്ങിയ കാലത്ത് 100 Mbpsൻ്റെ കണക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യത്തെ ഫ്രീ ഓഫറിൻ്റെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ട്, ഈ നെക്സ്റ്റ് റീചാർജിൽ 100 Mbps ഡൗൺലോഡ് കിട്ടുമെങ്കിലും അപ്ലോഡ് വളരെ കുറവായിരുന്നു. 30 Mbps അങ്ങനെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുതരാണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഡൗട്ടുകളിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്ലാൻ. ഇതിനോടൊപ്പം ഇതിലേശം 13 OTT പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ആമസോൺ പ്രൈമും അതിലുണ്ട്. പിന്നെ ബാക്കി ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, ZEE5, സോണി ലിവ്, ജിയോ സിനിമ തുടങ്ങിയിട്ടുള്ള മറ്റ് സർവീസുകളും ലഭ്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 300 Mbpsൻ്റെ ആണ്. 1499 രൂപ പ്ലസ് GST റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 300 Mbps സ്പീഡ് പ്ലസ് 30 ദിവസം വാലിഡിറ്റി. കൂടാതെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സും ആമസോണിൻ്റെയും അതുപോലെ തന്നെ മറ്റ് 13 OTT പ്ലാറ്റ്ഫോമും കൂടി നമുക്ക് 1500 രൂപ പ്ലസ് GSTയിൽ ലഭിക്കുന്നുണ്ട്. 100 Mbpsൻ്റെ റീചാർജിലും അതിൽ കുറഞ്ഞിരിക്കുന്ന 30 Mbps റീചാർജിലും നമുക്ക് OTT സേവനങ്ങളൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ഈ പ്ലാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോയുടെ എയർ ഫൈബറിനേക്കാളും നിങ്ങളുടെ നാട്ടിൽ ഫൈബർ ലഭിക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ള ജിയോ ഫൈബർ കണക്ഷൻ എടുക്കുക. അതിപ്പം ഏതിൻ്റെ എയർടെലിൻ്റെ ആയാലും ശരി, ഇനി ജിയോയുടെ ആയാലും ശരി, നമുക്ക് ഫൈബർ കണക്ഷൻ ആയിരിക്കും കുറച്ചുകൂടി നമുക്ക് വാല്യൂ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്ററൊക്കെ ആകുമ്പോൾ ദിവസം GB കണക്കിന് ഫയൽ അപ്ലോഡ് ചെയ്യാനുണ്ടാവും. വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് ഈ അൺലിമിറ്റഡ് ലഭിക്കുന്ന ഈ ഫൈബർ പ്ലാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറയാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലത് ഏതാണ് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ നല്ലോണം ഡാറ്റ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫൈബർ കണക്ഷനാണ് ഏറ്റവും നല്ലത്. പക്ഷേ വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ മാത്രമേ, ഉൾപ്രദേശങ്ങളിൽ ഈ പറയുന്ന ജിയോ ഫൈബർ ലഭിക്കുന്നുള്ളൂ. ഒട്ടുമിക്ക ഒരു നല്ല ടൗൺ ഏരിയകളിലൊക്കെ ഇപ്പോൾ ജിയോ ഫൈബർ വരുന്നുണ്ട്. അതുപോലും എല്ലാ സ്ഥലങ്ങളിലാണ് ഈ എയർ ഫൈബർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എയർ ഫൈബറിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നല്ലോണം ഡാറ്റ യൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടിയും ഡൗൺലോഡ് ചെയ്യുകയും സ്ട്രീമിംഗ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളുടെ വീട് ഒരു റിമോട്ട് ഏരിയയിലാണെങ്കിൽ അവിടെ 5G ലഭിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഫൈബർ, ഒപ്റ്റിക്കൽ ഫൈബർ, ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ എയർ ഫൈബർ തന്നെയായിരിക്കും. കാരണം ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ കേബിൾ വലിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ടവറിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് നമ്മൾക്ക് നെറ്റ് ഉപയോഗിക്കുന്ന രീതിയാണ്. അതുപോലെ തന്നെ മൊബൈലിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്ററായ രീതിയിൽ നമ്മൾക്ക് ലാൻഡ് കേബിൾ വെച്ച് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ലഭിക്കും. അപ്പോൾ ഇത് രണ്ടും മൊബൈൽ നെറ്റ്വർക്കിനേക്കാളും ലാൻഡ് കേബിൾ സപ്പോർട്ടും കൂടി എയർ ഫൈബർ ഉള്ളത് കൊണ്ടാണ് അത് കുറച്ചും കൂടി നല്ലതാണെന്ന് പറയാനുള്ള കാരണം.